എന്തെങ്കിലും ഒരു വിഷയം കാണുമ്പോഴേക്കും അതെനിക്ക് ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. മരുമകളെ കുറിച്ച് അമ്മായിയമ്മക്ക് സംശയം, അമ്മായിയമ്മക്ക് മരുമകളെ സംശയം, അല്ലെങ്കിൽ അയൽക്കാർക്ക് ഇപ്പുറത്തുള്ള വീട്ടുകാരെ സംശയം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുരിതമോ ബുദ്ധിമുട്ടോ മനുഷ്യസഹജമായി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം നിലനിൽക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും അതെനിക്ക് സിഹ്ർ ചെയ്തിട്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നാണ് പലരുടെയും മെസ്സേജുകളിൽ നിന്നും മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിഹ്ർ എന്താണെന്നും സിഹ്റിനെ കുറിച്ചും വലിയൊരു ചർച്ചയും മാത്രമല്ല സിഹ്ർ യാഥാർത്ഥ്യമാണ് എന്നിരിക്കെ നമുക്കതിനെക്കുറിച്ചൊരു വിശദമായൊരു പഠനം ഇവർക്ക് നൽകേണ്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ സിഹ്ർ എന്താണെന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ കുറേയേറെ ഈ സിഹ്ർ ചിന്തകൾ മാറിക്കിട്ടുമെന്ന് തോന്നുന്നു. എന്താണ് ഡോക്ടർ അഭിപ്രായം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വചനത്തിൽ നിന്നാണ് ഈ ആത്മീയ ചികിത്സ അല്ലെങ്കിൽ തന്ത്രചികിത്സ അല്ലെങ്കിൽ ഗൂഢചികിത്സ എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ലഭിക്കുന്നത്. ഒരു വിവരമാണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബേസ് അമ്പിയാക്കളിൽ നിന്നാണ് വരിക എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് വഴിതെറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും. ഏത് വിജ്ഞാനവും വിജ്ഞാനമാണെന്ന് സ്ഥിരപ്പെട്ടാൽ അതിൻ്റെ പിന്നിലെ രഹസ്യം വഹയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദം നബി അലൈഹി ഇസ്ലാമിന് തന്നെയാണ് ആദ്യമായി ഇത്തരത്തിലുള്ള വിജ്ഞാനങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പ്രമുഖ സ്വഹാബി വര്യൻ എല്ലാ മുർസലീങ്ങൾക്കും അള്ളാഹു എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ആദം നബി അലൈഹി ഇസ്ലാമിന് എന്താണ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ കിതാബുൽ മുഅ്ജമാണ് നൽകിയത് എന്ന് പറയുകയുണ്ടായി. കിതാബുൽ മുഅ്ജം അതായത് അക്ഷരങ്ങളുടെ ഗ്രന്ഥം. അലിഫ്, ബ, ത, സ, ജീം ഇങ്ങനെയുള്ള എണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 29ാമത്തെ ഒരു അക്ഷരമായിട്ട് അലിഫ്ലാം എന്ന അക്ഷരത്തെയും എണ്ണി പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് ഷീസ് നബി അലൈഹി ഇസ്ലാം. ഷീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ 460 വർഷം ജീവിച്ച പ്രവാചകനാണ് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഹാറൂത്ത് മാറൂത്ത് എന്നു പേരായ 2 മലക്കുകളിൽ നിന്നാണ് ഗൂഢതന്ത്രങ്ങൾ, അതായത് സിഹ്ർ എന്ന് പറയാവുന്ന തന്ത്രങ്ങൾ ആളുകൾ ആദ്യമായി പഠിച്ചത്. തുടക്കം അവിടെ നിന്നാണ്. അതായത് മലക്കുകളുടെ ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന അതിക്രമങ്ങളും പരാക്രമങ്ങളും കണ്ട് അള്ളാഹുവിനോട് കുറേ മലക്കുകൾ പരാതി പറഞ്ഞു. അപ്പോൾ അവരോട് അള്ളാഹു പറഞ്ഞു, മനുഷ്യന് നൽകിയിട്ടുള്ള വിചാരങ്ങൾ, വികാരങ്ങൾ, ജീവിത ചുറ്റുപാടുകൾ ഇത് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആവില്ല. എന്നാൽ ശരി, നിങ്ങൾ 2 ആളെ സെലക്ട് ചെയ്യുക, 2 മലക്കുകളെ സെലക്ട് ചെയ്യുക, അവരെ ഞാൻ ഭൂമിയിലേക്ക് അയക്കും, മനുഷ്യർക്കുള്ള എല്ലാ വിചാരങ്ങളും വികാരങ്ങളും ജീവിത ചുറ്റുപാടുകളും അവർക്ക് കൊടുക്കാം, എന്നിട്ട് അവർ മനോഹരമായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ 2 മലക്കുകൾ സെലക്ട് ചെയ്തതാണ് ഹാറൂത്ത് മാറൂത്ത് എന്ന പേരായ 2 മലക്കുകൾ. സൂറത്തുൽ ബഖറയുടെ 102ാമത്തെ ആയത്തിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അങ്ങനെ ഹാറൂത്ത് മാറൂത്ത് ഭൂമിയിൽ വരികയും അവർ മനുഷ്യരെ പോലെ ജീവിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യരുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടായി. അങ്ങനെ ഒരു സ്ത്രീയിൽ അവർ ആകൃഷ്ടരാവുകയും ആ സ്ത്രീയെ അവർ പാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും മദ്യപിക്കുക, കൊല ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുകയും അത് കാരണമായി അവർക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ടുള്ള ശിക്ഷ വേണോ ആഖിറത്തിൽ വെച്ചുകൊണ്ടുള്ള ശിക്ഷ വേണോ എന്ന് ചോദിച്ചപ്പോൾ ദുനിയാവിലെ ശിക്ഷയാണ് വേണ്ടത് എന്ന് പറയുകയും അങ്ങനെ അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ശിക്ഷയാണ് യഥാർത്ഥത്തിൽ സിഹ്ർ എന്ന് പറയുന്നത്. ഈ സിഹ്ർ അവർ അക്കാലം മുതൽ ആളുകൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും പുരാതനമായ സംസ്കാരം ടൈഗ്രീസ് നദിയുടെയും യൂഫ്രട്ടീസ് നദിയുടെയും ഇടയിലായി രൂപപ്പെട്ടു വന്നിട്ടുള്ള സംസ്കാരമാണ്. ആ സംസ്കാരമാണ് പിന്നീട് ബാബിലോണിയൻ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. BC 6000 മുതൽ പഴക്കം ചെന്നിട്ടുള്ളതാണ് ഈ സംസ്കാരം. ഈ ബാബിലോണിയൻ സംസ്കാരത്തിലായിരുന്നു ഹാറൂത്ത് മാറൂത്ത് എന്നിവർ വരികയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതാണ് 1ാമത്തെ അടിസ്ഥാനം. 2ാമത് അതിൻ്റെ ഒരു അടിസ്ഥാനം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ജിന്നുകൾ, ഇഫ്രീത്തുകൾ, ഷെയ്ത്താന്മാർ തുടങ്ങിയവ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് സേവകന്മാരായി ഉണ്ടായിരുന്നു.
അവരുടെ ചില പരാക്രമങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള ഓലകൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തൻ്റെ സിംഹാസനത്തിൻ്റെ താഴ്ഭാഗത്ത് കുഴിച്ചിട്ടിരുന്നു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തിന് ശേഷം ഇതറിയാവുന്ന ജിന്നുകൾ അല്ലെങ്കിൽ ശൈത്താന്മാർ ആളുകളെ സ്വാധീനിച്ച് അതെടുക്കുകയും അതിൽ അവരുടെ വക കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്ത് ജനങ്ങളിൽ പ്രചരിപ്പിച്ചതാണ് പിന്നീട് സിഹറായി വന്നത്. ഇങ്ങനെ 2 തരം സിഹറുകൾ ലോകത്ത് വ്യാപിച്ചിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ പഠിപ്പിക്കപ്പെട്ട, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിലൂടെ കൈമാറപ്പെട്ട, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിലൂടെ പിന്നീട് ലോകത്തേക്ക് വന്ന, അലി റളിയല്ലാഹു അൻഹുവിലൂടെ പ്രചരിച്ച, ഇങ്ങനെ ഒരുപാട് സഹാബികളിലൂടെ രംഗത്ത് വന്നിട്ടുള്ള നല്ല ചികിത്സയും സിഹിർ പോലത്തെ മാരണവിദ്യകൾ പോലത്തെ ദുഷിച്ച മന്ത്രവാദ ചികിത്സയും കൂടിക്കലർന്നിരിക്കുന്നു എന്നൊരു സത്യം ഇതിലുണ്ട്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായൊരു കാര്യമാണ്. എങ്കിലും സിഹിറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. അതിൽ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ കൂടി ചേർന്നിട്ടുണ്ട്. നല്ലതിനെ ത്വൽസമാത്തുകൾ എന്ന് പറയുന്നു, ചീത്തതിനെ സിഹിറുകൾ എന്ന് പറയുന്നു. ഇപ്പോൾ ഈ സിഹിറിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാലഘട്ടം ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള വലിയൊരു ചരിത്രം അന്വേഷിച്ച് തന്നെ പോകേണ്ടി വന്നു. തീർച്ചയായും നൂഹ് നബി അലൈഹി ഇസ്ലാം മുതൽ ഉള്ള എല്ലാ പ്രവാചകന്മാരെയും അവരവരുടെ അനുയായികൾ സാഹിര്യങ്ങൾ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതായി കാണും. സൂറത്തു ദാരിയാത്തിലുണ്ട്, സൂറത്തു ത്വാഹയിലുണ്ട്. നൂഹ് നബി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ സാഹിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ആക്ഷേപിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത്രയും ചരിത്ര അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുമ്പോൾ ഇതിനകത്ത് നന്മ നിറഞ്ഞ ആളുകളും തിന്മയുടെ വക്താക്കളുമൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ സിഹിർ എന്താണ് അല്ലെങ്കിൽ നന്മ എന്താണ്, നല്ലൊരു ചികിത്സാ രീതിയിൽ നിന്നും വ്യത്യസ്തമായി നമ്മളിലേക്ക് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് തികച്ചും ദുഷിച്ചതായി മാറിയൊരവസ്ഥയിലാണ്. അപ്പോൾ ഇതിന് സമാനമായ മറ്റൊരു പ്രയോഗമാണ് മാരണം എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും ഒന്നാണോ, എങ്ങനെയാണ്? അതായത് സിഹിർ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തേത് പേർഷ്യക്കാരുടെ മാരണവിദ്യയാണ്. ഞാനതിന് ഗൂഢതന്ത്രം എന്ന പ്രയോഗമാണ് കൂടുതൽ നല്ലത്. കാരണം നന്മയും തിന്മയും ചേർന്നതുകൊണ്ട് മാരണം എന്ന് പറയുന്നതിന് പകരം ഗൂഢവിദ്യ എന്ന് പറയാം. അപ്പോൾ പേർഷ്യക്കാരുടെ ഗൂഢവിദ്യയാണ് ആദ്യത്തേത്. പേർഷ്യക്കാർ മജൂസികളായിരുന്നു, തീ ആരാധകരായിരുന്നു. അപ്പോൾ തീ ആരാധകർക്കിടയിലാണ് ഇതാദ്യമായി ഉണ്ടായത്. ഇതിൻ്റെ ഒന്നാമത്തെ വകഭേദം എന്ന് പറയുന്നത് അതാണ്. രണ്ടാമത്തെ വകഭേദം ഈജിപ്തുകാരുടേതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ എതിർകക്ഷികളാണ് ഈജിപ്തുകാർ. മൂസാ നബി അലൈഹി ഇസ്ലാം ദീനീ പ്രചരണം നടത്തിയപ്പോൾ കയറുകൾ വിരിച്ചിടുകയും അങ്ങനെ മൂസാ നബി വടിയിട്ട് പാമ്പാക്കുകയും ചെയ്ത ആ കയറ് പാമ്പാക്കി കാണിച്ചതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിടത്ത് യുഹയ്യലു ഇലൈഹിം അന്നഹ തസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ഇഴയുന്നതായി തോന്നിപ്പിച്ചു എന്നാണ്. വാസ്തവത്തിൽ ഇഴഞ്ഞിട്ടില്ല, തോന്നലുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് ഈജിപ്തുകാരുടെ ഗൂഢവിദ്യ എന്ന് പറയുന്നത്. പിന്നീട് അത് താഴേക്ക് വന്നത് ഗ്രീക്കുകാരിലേക്കാണ്. ഗ്രീക്കുകാരാണ് ഇതിനെ കുറേയൊക്കെ ജനകീയമാക്കിയത് എന്ന് പറയാം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശിഷ്യൻ്റെ ശിഷ്യന്മാരിലൂടെയാണ് ഗ്രീക്കിൽ ഇത് വ്യാപകമായി പ്രചരിച്ചിട്ടുള്ളത് എന്ന് കാണാം. പുരാതനമായ ഗ്രീക്ക് ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ അതിൽ മനുഷ്യൻ്റെ തലയും മറ്റു ജീവികളുടെ ഉടലുമായിട്ടുള്ള രൂപങ്ങൾ കാണും. അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉടലും മറ്റു ജീവികളുടെ രൂപങ്ങളായിട്ടുള്ള ഇതൊക്കെ മാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ചിഹ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ഒരു ഗ്രീക്ക് വേർഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് വീണ്ടും താഴേക്ക് ഇറങ്ങി വന്നതാണ് അറബികളിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ഗൂഢവിദ്യകൾ. നമ്മൾ ഹദീസിൻ്റെ കിതാബിലൊക്കെ നിങ്ങളുടെ മുൻഗാമികളിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു കഥ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി. അയാളുടെ അടുത്തേക്ക് മാരണവിദ്യകൾ പഠിക്കാൻ വേണ്ടി കുട്ടികളെ പറഞ്ഞയച്ചു. അങ്ങനെ ഒരു കുട്ടി വഴിയിൽ വെച്ച് പുരോഹിതന്മാരെ കണ്ടു. അദ്ദേഹം അങ്ങോട്ട് എത്തിയില്ല. വഴിമധ്യേ ഒരു സ്ഥലത്ത് ഒരു വലിയ മൃഗം പ്രത്യക്ഷപ്പെട്ടു. കുട്ടി അള്ളാഹുവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് എന്തോ ചെയ്തപ്പോൾ ആ മൃഗം കൊല്ലപ്പെട്ടു. അങ്ങനെ വിവാദമായി തുടങ്ങുന്ന ഒരു കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അറബികളിൽ ഉണ്ടായിരുന്ന ചില രീതികളാണ്. ഇബ്താലു സിഹർ എന്ന് പറയുന്ന സിഹറിനെ ബാത്തിലാക്കുന്ന ഹല്ല്, നുസ്രത്ത് തുടങ്ങിയ പേരുകളിലുള്ള ചില ചികിത്സാ സംവിധാനങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു.
അതിൽ ചിലതൊക്കെ ഇസ്ലാം പിന്നീട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാം. ഈ സിഹിറിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് മാരണം പറയപ്പെടുന്നത്.